ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ല കാര്യമൊന്നോ മോശം കാര്യമൊന്നോ ഇല്ല. മോശം കാര്യങ്ങൾ കർത്താവിൻ്റെ പരിഗണനയിൽ വന്നാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നല്ല കാര്യങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. എന്താ അച്ഛൻ ഇങ്ങനെ പറഞ്ഞത്? ഞാൻ ചില സ്ഥലത്ത് പറയുകയും, മാതാപിതാക്കന്മാരുടെ നിത്യരക്ഷ ഉറപ്പുവരുത്തുന്നത് മക്കളുടെ തോന്നിവാസമാണെന്ന്. മനസ്സിലായില്ലേ? മാതാപിതാക്കന്മാരുടെ നിത്യരക്ഷ ഉറപ്പുവരുത്തുന്നത് മക്കളുടെ തോന്നിവാസമാണെന്ന്. എന്താ കാര്യം? ഇപ്പോൾ ചെറിയ പറയാം, അച്ഛാ എൻ്റെ മകൾ തെറ്റായ പ്രണയബന്ധത്തിലായിപ്പോയി, അപ്പോൾ ഞാൻ ചിരിക്കും. അപ്പോൾ അവർക്ക് സങ്കടമില്ല, അവർ തകർന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ ചിരിക്കണത് എന്താണ്? കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ഞാൻ ചിരിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരു പ്രോജക്റ്റ് തന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ. ഇപ്പോൾ നിങ്ങൾക്ക് ജോലിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ജോലി കർത്താവിൻ്റെ കയ്യിലുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. നിങ്ങൾക്കില്ലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ ഞാൻ ആ ചേച്ചിയോട് എന്താ പറഞ്ഞത്? ആ ചേച്ചിയോട് എന്താ പറഞ്ഞത്? 18 കൊല്ലമായിട്ട് എൻ്റെ ഭർത്താവിനെ കാണാനില്ല. അപ്പോൾ എനിക്ക് ചിരി വന്നത് എന്താ അറിയാമോ? ഈ 18 കൊല്ലമായിട്ട് ഇപ്പോഴാണല്ലോ ഇവർക്ക് തലക്കൂത്തൽ പിടിച്ചത്. എന്താ കാര്യം? അവിടെ മക്കളൊക്കെ ഉണ്ടാകും. ചില ചേച്ചിമാർക്കൊരു പ്രശ്നമുണ്ട് കേട്ടോ. മക്കൾക്കൊരു 20 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അപ്പന്മാർ ഭർത്താക്കന്മാർ അത്ര വലിയ കാര്യമായിട്ട് കണക്കാക്കത്തില്ല. എന്താണ്? എന്നിട്ട് ഇവരെന്ത് ചെയ്യുമെന്നറിയോ? ഇവർ ദൈവത്തിന് നിരക്കാത്ത ചില പരിപാടികൾ ചെയ്യും. എന്താണ്? മക്കൾക്ക് 20-22 വയസ്സ്, ആ മക്കൾക്ക് പ്രത്യേകിച്ച്, ആ മക്കളെ ഇവർ ക്യാൻവാസ് ചെയ്യും. എങ്ങനെ ക്യാൻവാസ് ചെയ്യും? എൻ്റെ മകന് നീ നിനക്കറിയാവല്ല കാര്യങ്ങൾ, ഈ മനുഷ്യനൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ കണ്ണിൽ ഈർക്കലും വെച്ച് കാല് വെള്ളത്തിൽ വെച്ച് നീ കാല് വെള്ളത്തിൽ വെച്ചിരിക്കുമ്പോൾ ഞാൻ കണ്ണിൽ ഈർക്കലും വെച്ചിരിക്കുന്നു. അങ്ങനെ 2 മണി വരെ ഇരുന്നാണ് നിന്നെ പഠിപ്പിച്ചത് എന്ന് വെച്ചാൽ നിനക്കിപ്പോൾ കിട്ടിക്കുന്ന ഐശ്വര്യങ്ങളെല്ലാം പകുതി എൻ്റേതാണെന്നാണ് ഈ പറയണത്. ക്ലെയിമാണ്. അമ്മമാരുടെ ക്ലെയിം, നിങ്ങൾ ക്ലെയിം നടത്തിക്ക് ഒരു കുഴപ്പമില്ല, പക്ഷേ അപ്പന്മാരെ ചവിട്ടരുത്. മനസ്സിലായില്ലേ? ക്ലെയിം നടത്തിയ കുഴപ്പമില്ല. നിങ്ങൾ ഈ ക്ലെയിം നടത്തേണ്ട ഉദ്ദേശം അപ്പനെ മൈൻഡ് ചെയ്യേണ്ട, ഉള്ള ഇങ്ങോട്ട് തന്നാൽ മതി എന്നതിൻ്റെ അർത്ഥം. അന്തരംഗമാണ് ഈ സംഭവം, അന്തരംഗമാണ്. ഇത് കർത്താവ് അംഗീകരിക്കത്തില്ല. നിങ്ങളുടെ ദൈവത്തെ അംഗീകരിക്കുന്നത് നിങ്ങൾക്ക് പോരായ്മയെ. ഇപ്പോൾ ദൈവത്തിന് വചനം അവിടെ അംഗീകരിച്ചില്ല. നിങ്ങളുടെ താല്പര്യങ്ങൾ വരുമ്പോൾ, സ്വന്തം താല്പര്യങ്ങൾ വരുമ്പോൾ കർത്താവിൻ്റെ വചനം ഈസിയായിട്ട് അവിടെ മാറ്റിവെക്കും. അങ്ങനെ വരുമ്പോൾ എന്താ പറ്റും? ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായിട്ട് നിങ്ങൾ കരുതുന്നുവെന്ന് കർത്താവിന് പറയും. റോമ 1:29 വർക്കൗട്ട് ചെയ്യും. ദൈവത്തെ അംഗീകരിക്കുന്ന പോരായ്മയെ കരുതിനാൽ അധമ വികാരങ്ങളെ കേൾപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഒരമ്മ മക്കളുടെ കാര്യത്തിൽ ഭർത്താവിനെ ഔട്ടടിച്ചുകൊണ്ട് അവരെ, ഇപ്പോൾ ചില അമ്മമാരില്ലേ, ആ മക്കൾക്ക് ഒന്നും കൊടുക്കത്തില്ല, എല്ലാം പെമ്മക്കൾക്ക് കൊടുക്കത്തുള്ളൂ. ആ രീതി അവർ കാണിക്കും. ആ മക്കൾക്ക് ഒന്നും കൊടുക്കത്തില്ല. പെമ്മക്കളാണെങ്കിൽ അതിനേക്കാൾ പഞ്ചാരയും തേനുമായിട്ട് നടന്ന് ഇവരെ അമ്മയെ സോപ്പിട്ട് ചില പെമ്മക്കൾ വീട്ടിൽ വരുമ്പോൾ തന്നെ അപ്പൻ്റെ ലക്ഷണം മാറും. ഏതാണ്ടൊക്കെ പറഞ്ഞിക്കൊണ്ട് പോകാൻ വരികയാണ്. പോകേണ്ടതെന്നല്ല, നമ്മുടെ അമ്മ എടുത്തല്ല, നമ്മൾ ഇവിടെ വരാനാണ്. പക്ഷേ അനീതി അവിടെ വരരുത്. അനീതി വന്നാൽ നിങ്ങളുടെ ഷെയർ വാങ്ങിക്കുന്നതിലും കൊടുക്കുന്നതിലും ഒക്കെ ഒന്നും ഒരു മനുഷ്യനെ നമ്മുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സൈലൈൻ ചെയ്തിട്ട് നമ്മൾ കയറി അറ്റാക്ക് ചെയ്ത് ഒപ്പിച്ചെടുക്കരുത്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ദൈവവചനം നമ്മൾ വിട്ടുകളയും. അപ്പോൾ റോമ 1:29 വർക്കൗട്ട് ചെയ്യും. എന്താണ്? ദൈവവചനം ദൈവത്തെ ഒന്ന് പറഞ്ഞ്, ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതിയതിനാൽ അധമവികാരങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അതാണ് പ്രശ്നം. ഇത് മനസ്സിലാകണം. നമ്മൾ ദൈവത്തെ എവിടെ മാറ്റി നിർത്തിയാലും പിന്നെ വികാരമെല്ലാം അധമമായി പോകും. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തെ എവിടെ മാറ്റി നിർത്തിയാലും, കാരണം ദൈവത്തെ മാറ്റി നിർത്തണം എന്ന് പറയണതും ദൈവത്തിൻ്റെ വചനത്തെ മാറ്റി നിർത്തണം എന്ന് പറയുന്നത് സെയിമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ധ്യാനത്തിൽ പങ്കെടുത്തിരിക്കുന്ന മക്കൾ ഉടമ്പടിയുടെ നിയോഗങ്ങൾ കുടുംബ സമാധാനമില്ലാത്തവരെ സ്പർശിക്കണമേ. സ്പർശിക്കണമേ. ഒരുമിച്ച് പാടുക. സ്പർശിക്കണമേ.
സന്തോഷത്തോടെ മക്കൾ കർത്താവേ, അങ്ങനെ വചനങ്ങൾ കേട്ടുകൊണ്ട് കർത്താവേ, കർത്താവേ, അങ്ങനെ വിശുദ്ധ വചനങ്ങൾ കർത്താവേ, കേൾക്കുന്ന നിമിഷങ്ങൾ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ മക്കൾ നിറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇരിക്കുന്ന ഓരോ രോഗികള്, ജീവിത ഭാരങ്ങൾ വിഷമിക്കുന്നവര്, സങ്കടപ്പെടുന്നവര്, മക്കളെ പ്രതിയും മറ്റ് ജീവിത അവസ്ഥകളെ കർത്താവേ വേദിക്കുന്നതിന്റെ മേൽ കർത്താവിന്റെ കാരുണ്യം ചൊരിയട്ടെ, കർത്താവിന്റെ കാരുണ്യം ചൊരിയട്ടെ, കർത്താവിന്റെ കാരുണ്യം ചൊരിയട്ടെ. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 9:26. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 9:26. ഒരുവൻ ഏറ്റു പറഞ്ഞ ഒരുവൻ എന്നെക്കുറിച്ചോ എന്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിക്കും. അപ്പോഴേ ദൈവവും ദൈവത്തിൻ്റെ വചനവും രണ്ടല്ല, ഒന്നാണ്. നിങ്ങൾ വചനത്തെ മാറ്റി നിർത്തിയാൽ നിങ്ങൾ മനസ്സിലായില്ലേ? ലുക്ക 9:26 എന്താ പറയണത്? എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ച് ലജ്ജിച്ചാൽ മനുഷ്യപുത്രൻ ലജ്ജിക്കും. അപ്പം ഞാനും എൻ്റെ വചനവും എന്ന് പറഞ്ഞാൽ രണ്ടല്ല, ഒന്നാണെന്നാണ്. ഇപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അവസ്ഥയിൽ നമ്മൾ ഒരു തീരുമാനം എടുത്തപ്പോൾ അത് നീതിയല്ല, അത് സത്യമല്ല എന്നൊരു തീരുമാനമാണ് എടുക്കണമെങ്കിൽ ഇപ്പോൾ ചേച്ചിക്ക് എന്താ പറ്റിയിരിക്കണത്? മനാശയിലെ ചേച്ചിക്ക് എന്നാ പറ്റിയത്? അവർ മക്കൾ വളർന്നു വന്നപ്പോൾ മക്കളുടെ ശമ്പളമായി, മക്കളുടെ ജീവിതമായി ഭർത്താവിനെ സംരക്ഷിക്കാതെയും ഭർത്താവിനെക്കുറിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളോട് സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ ജില്ല പറയണല്ലേ, അത് ശരിയല്ലല്ലോ. ചേച്ചി എന്നോട് പറഞ്ഞു, എൻ്റെ മൂത്ത മകൾ മക്കൾ ജോലിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് അപ്പോൾ തന്നെ അവിടെ കുറേ സമയം പോയി. മക്കളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു സമയം പോയി, അവിടെ സമയം തീർന്ന്. ഓക്കെ, മാക്സിമം ഈ ഓറഞ്ച് ചീട്ടുകാർക്കാണെങ്കിൽ പോലും 3 മിനിറ്റ് സംസാരം, ആളിങ്ങനെ നിൽക്കരിക്കരുത്. അപ്പം 3 മിനിറ്റ് സംസാരം. ഈ 3 മിനിറ്റ് സംസാരത്തിൽ മുഴുവൻ അവർ പറഞ്ഞത് അവിടെ മക്കളെക്കുറിച്ച് മാത്രമാണ്. അപ്പോൾ ഒരു കുരച്ചും വലിച്ചും ഒക്കെ ഒരു മനുഷ്യൻ അവിടെ നിൽപ്പുണ്ട്. ഞാനോർത്തി ചേച്ചിയുടെ അപ്പനാണെന്ന്. അപ്പോൾ ആ മക്കളെക്കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ്, എന്താ അപ്പച്ചനെ കൊണ്ടുവന്നത്? അപ്പോൾ ചേച്ചി പറഞ്ഞു, അപ്പച്ചനല്ല, എൻ്റെ ഭർത്താവാണെന്ന്. അയ്യോ, അപ്പോൾ എന്താ പറ്റിയത്? ആ മനുഷ്യൻ രോഗിയായിപ്പോയി. അങ്ങേര് എന്നെ ഇവിടെ വന്ന് അമ്മ സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞ് വന്നിരിക്കണേ. പക്ഷേ ഈ ചേച്ചി പറയണ്ടേ എന്ത് സങ്കടമാണെന്ന് നോക്കിയേ. അന്തരംഗത്തിൻ്റെ അവസ്ഥ കണ്ട. കർത്താവ് എന്നെ സുഖപ്പെടുത്തും, മരുന്ന് കഴിച്ച് മടുത്തെന്നും പറഞ്ഞ് അമ്മയെ കാണാൻ വന്നതാണ്. അപ്പോൾ ഭർത്താവിനെ ഞാൻ അപ്പരുന്ന് വിളിക്കണമെങ്കിൽ ആ മനുഷ്യൻ്റെ ഇരിപ്പ് എന്തായിരിക്കും? അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഇതെന്തൊരു മനസ്സാക്ഷി ഇത്? നിങ്ങൾ ആദ്യം പറയേണ്ട ഇതല്ലേ? ഒരു വൈഫിന് ആരോടാണ് ഉത്തരവാദിത്വം ആദ്യത്തത്? നോട്ട് വിത്ത് ദ ചിൽഡ്രൻ. ആർക്കാണ്? ഒരു അപ്പന് ആദ്യത്തെ ഉത്തരവാദിത്വം ആരോടാണ്? ഭർത്താവിന്. ഭാര്യയുടെ കാര്യമാണ്, മക്കളുടെ കാര്യമല്ല. ഒരു ഭാര്യയ്ക്ക് ആരുടെ ഉത്തരവാദിത്വം ആരോടാ? ആദ്യം ഭർത്താവിനോടാണ്. ഇത് ദൈവ തിരുസന്നിധിയിൽ നമ്മൾ പാലിക്കുന്നില്ല എങ്കിൽ ദൈവവചനം നമ്മൾ ഏറ്റു പറയണില്ല. എന്താ? ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. 1 കൊരിന്ത്യർ 14:7 വായിക്കുമ്പോൾ എന്താ പറയണത്? അതെല്ലാം ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് പറയണതാണ്. അപ്പോഴും നമ്മൾ ചിലപ്പോൾ ആ മനുഷ്യൻ വീട് വലിക്കുന്ന ആളാകാം. ചിലപ്പോൾ നല്ല കാലത്ത് നമ്മളെ നോക്കി കാണത്തില്ല. നല്ല കാലത്തെ ചെറുപ്പകാലത്ത് ചിലപ്പോൾ അയാൾ വേറെ പോലെ ചുറ്റിക്കളിക്കുമ്പോൾ നടക്കണതുകൊണ്ട് നമുക്ക് ഭയങ്കര വെറുപ്പായിരിക്കും. എൻ്റെ ദൈവ പൈതലേ, നീ ആരുമായിട്ടാണ് വിഷയം സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കണത്? നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനുമായിട്ട്, നിനക്ക് വേണ്ടി ഉയർത്തുന്നേറ്റനുമായിട്ട്, നിനക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടാലും റീഫണ്ട് ചെയ്യാൻ കഴിവുള്ളവനുമായിട്ടാണ് ഈ വിഷയം നീ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അവനെ പ്രതി നമ്മളെല്ലാം കുപ്പയായിട്ട് കരുതും. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങേ പ്രതി എനിക്ക് ലഭിച്ചിരിക്കുന്ന എൻ്റെ പഴയകാല ദുഃഖാനുഭവങ്ങളെ ഭാര്യയിൽ നിന്ന് ലഭിച്ചാലും ഭർത്താവിൽ നിന്ന് ലഭിച്ചാലും ഇപ്പോഴീ അൾത്താരയിലെ നാമത്തിലെ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു. എൻ്റെ വെറുപ്പ്, എൻ്റെ വിദ്വേഷങ്ങൾ, എൻ്റെ മത്സരബുദ്ധി, എൻ്റെ വാശി, പഴയ മനുഷ്യരെ കൊളോസ്യൻസ് 3:10 ഏറ്റുപറയുന്നു. അവന്റെ ചെയ്തികളോടുകൂടെ ഞാൻ ദൂരെ എറിയുന്നു. സൃഷ്ടാവിന്റെ ഛായക്കൊത്ത് ഞാൻ പുതിയ മനുഷ്യനെ യേശുക്രിസ്തുവിൽ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് എല്ലാ കുടുംബങ്ങളെയും ആശീർവദിക്കണമേ. ഹല്ലേലൂയ.
സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വീട്ടിൽ വിലയില്ല എന്ന് കണ്ടപ്പോൾ സങ്കടത്തോടെ ആ മനുഷ്യൻ ഇറങ്ങിപ്പോയി. പിന്നെ കണ്ടിട്ടില്ല. ഇപ്പോഴ് ആ മക്കളൊക്കെ കല്യാണം ചേച്ചി ആശ്രയം വെച്ചിരുന്ന മക്കളല്ലേ, മൂത്ത മക്കൾ, നല്ല ശിക്ഷയും ശമുക്ഷയും നല്ല മണിപ്പവർ നല്ല മസിൽ പവറൊക്കെ ഉണ്ടായിരുന്ന ആ മക്കളില്ലേ, അവർ കല്യാണം കഴിച്ചു. ഓരോരോ രാജ്യങ്ങളിലേക്ക് അവിടെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയി. ചേച്ചി ഇപ്പോൾ ഒറ്റക്കായി. ഇപ്പോഴാണ് ചേച്ചിക്ക് മനസ്സിലായത് ആശ്രയം വെച്ചത് തെറ്റിപ്പോയി. അപ്പോഴാണ് ഈ 18 കൊല്ലത്തിന് ശേഷം അതായത് ഒരു കൂട്ടിനെ ഒരു മിണ്ടി വഴക്കിടാനെങ്കിലും ആൾ വേണ്ടേ വീട്ടിൽ. നമുക്ക് ഈ വഴക്കിടാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ലല്ലോ. നമുക്ക് ആളുണ്ടെങ്കിൽ നമുക്ക് വഴക്കിടാൻ പറ്റൂ. എന്തിനാണ് അത്? ഈ വഴക്ക് നമ്മൾ വഴക്കിടും, കുടുംബത്തിലെ വഴക്കല്ലേ, അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറും. പക്ഷേ വഴക്കിടുമ്പോൾ നമ്മളിവിടെ ഒരു ആളുണ്ട് വഴക്കിടാൻ, റെഫറൻസ് ഉണ്ട്. അത് വലിയൊരു കാര്യമാണ്. ആളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എൻ്റെ വിഷമം എന്താണെന്ന്. ഇപ്പം ഒറ്റപ്പെട്ടു ശരിക്കും. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ വീട്ടിലും കയറി പ്രാർത്ഥിച്ചു നടക്കുകയല്ലേ. അപ്പം ഞാൻ ശരിക്കും കർത്താവിൻ്റെ സ്പിരിറ്റിൽ തന്നെയായിരുന്നു. ഞാൻ ഈ ചേച്ചി പറഞ്ഞ് നിങ്ങളുടെ ഭർത്താവ് കർത്താവിൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛാന്ന് പറഞ്ഞ് നിലവിളിച്ചു. ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, കർത്താവിൻ്റെ അടുത്ത് അവർ ചത്തുപോകുന്ന വിചാരിച്ചത്. ഞാൻ പറഞ്ഞ് കർത്താവിൻ്റെ അടുത്തുണ്ട്, നാളെ 7 മണിക്ക് അയാൾ വരുമെന്ന് പറഞ്ഞു. മക്കളെ, ഇത് നമ്മൾ ജീവിക്കണ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്, അല്ല ഒരു സങ്കല്പ ദൈവത്തിലല്ല. വി ആർ ബിലീവിങ് എ ലിവിങ് ഗോഡ്. പരിശുദ്ധാത്മാവിരിക്കുന്ന ജ്ഞാനത്തിൽ ഞാൻ പറഞ്ഞു നാളെ 7 മണിക്ക് ആൾ വിട്ടു വരുമെന്ന് പറഞ്ഞു. അപ്പം കർത്താവ് ഞാൻ ചിന്തിച്ചിട്ടോ ആലോചിച്ചിട്ടോ ഒന്നും പറഞ്ഞതല്ല, ഞാൻ എന്തോ മനസ്സിൽ അനുഭവിച്ചിട്ട് പറഞ്ഞതാണ്. എൻ്റെ ദൈവത്തിലെ ഞാൻ കർത്താവിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. പ്രത്യക്ഷപ്പെട്ട ഇടത്തിൻ്റെ നടുക്ക് ഞാൻ നിൽക്കുകയാണ്. ഇപ്പം ഈ ആൾ ഞാൻ പറഞ്ഞ 7 മണിക്ക് കർത്താവ് ആളെ കൊണ്ടുവന്ന് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്ന് മുതൽ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താ? നഷ്ടപ്പെട്ടതെല്ലാം നമ്മുടെ കർത്താവിൻ്റെ കയ്യിലുണ്ടെന്ന്. നഷ്ടപ്പെട്ടതെല്ലാം നിനക്കത് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. നിന്നെ സൂചിപ്പിക്കാൻ പറഞ്ഞതല്ല ഞാൻ. നിനക്ക് എന്തെങ്കിലും നീ നിരാശപ്പെട്ടിരിക്കണ കൊണ്ടും എന്തെങ്കിലും സാമ്പത്തിക കടങ്ങളോ രോഗങ്ങളോ അല്ലെങ്കിൽ ജോലിയില്ലാത്ത അവസ്ഥകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് നഷ്ടപ്പെട്ടെന്ന് തോന്നുക, അത് നിൻ്റെ കർത്താവിൻ്റെ കയ്യിലുണ്ട്. ഒന്ന് ചങ്കവെച്ച് കൈകവെച്ച് പറഞ്ഞേ, എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ഞാൻ നഷ്ടപ്പെടുത്തിയ ദൈവത്തെ ഞാൻ ഈ ധ്യാനത്തിലൂടെ കണ്ടെത്തും. എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ദൈവത്തോട് കൂടെ ദൈവം എനിക്ക് തിരിച്ചു തരും. ശ്രദ്ധിക്കട്ടെ, കൈയടിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. കൈയടിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. കർത്താവ് വാഴ്ത്തട്ടെ, കർത്താവ് നന്ദി പറയട്ടെ. നിനക്ക് നഷ്ടപ്പെട്ടത് നിന്റെ ജോലി, നിന്റെ വീട്, നിന്റെ വിവാഹം, ജീവിത പങ്കാളി, നിന്റെ എല്ലാ തരത്തിലുള്ള സമാധാനങ്ങളെ എല്ലാം കർത്താവ് നിനക്ക് തിരികെ തരാൻ പോകുന്നത്. കർത്താവ് നിനക്ക് തിരികെ തരാൻ പോകുന്നത്. ശ്രദ്ധിക്കട്ടെ, ഒരുമിച്ച് പാടുക. വാഴ്ത്തിടുന്നുണ്ട്. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് വന്നിരിക്കുന്ന ദൈവികമായ വചനങ്ങൾ ഓർത്തുകൊണ്ട്, കർത്താവിന്റെ വചനങ്ങൾ ഓർത്തുകൊണ്ട്, കർത്താവിൽ നിന്ന് വിശുദ്ധീകരണങ്ങൾ ഓർത്തുകൊണ്ട്, കർത്താവിൽ നിന്ന് നഷ്ടപ്പെട്ട തിരിച്ചു തരാൻ പോകുന്നതിന് ഓർത്തുകൊണ്ട് കരങ്ങൾ വീശിക്കൊണ്ട് കൈകൾ വീശി ദൈവത്തെ വാഴ്ത്തുകയാണ്. ശുദ്ധ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഈ ധ്യാനം തുടങ്ങിയത് ആ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലായൊരു മനുഷ്യനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഞാനിപ്പോൾ അത് വിഷയം നിന്ന് എടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് കുറേയധികം വിശ്വാസ സത്യങ്ങളുണ്ട്. ഈ മനുഷ്യൻ സഭ ഇയാൾ പെട്ടെന്ന് ജയിലിലായി. എന്താ കുറ്റം? കൊലക്കുറ്റമാണ്, 1-ാം പ്രതിയാണ്. ദാറ്റ് മീൻസ് ഡബിൾ ജീവപര്യന്തമൊക്കെ കിട്ടുന്ന കേസൊക്കെയാണിത്. പക്ഷേ എന്താ പ്രശ്നം? അയാളെ കൊല ചെയ്തിട്ടില്ല. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രതിഭാഗം വക്കീലും പോലീസും FIR എല്ലാം പ്രതികൂലമാണ്. FIR ഒക്കെ പ്രതികൂലമായി കഴിഞ്ഞാൽ എങ്ങനെ ചെന്ന് അവസാനിക്കാനാ? നമ്മൾ പറയും പോലീസ് നിസ്സാരമാണെന്നൊക്കെ ഇങ്ങനെ ജയിൽ വിളിക്കുമ്പോൾ പറയാം. പക്ഷെ അടുത്ത് നോക്കണ വിവരം അറിയണമെങ്കിൽ അവരെഴുതുന്നതിലേത്താണ് നമ്മൾ പോയി തൂങ്ങണത്. സുപ്രീം കോടതി വരെ തൂങ്ങണത് അവരെഴുതുന്ന FIR-ലും മകസറിലുമാണ്. അത് ചിലപ്പോൾ ഏടായിരിക്കും എഴുതി വിടണത്. ഒരു ഏടിൻ്റെ പവർ എന്ന് പറയണത് ഒരു വ്യക്തിയുടെ ജീവിത മുഴുവൻ ആയുസ് ചിലപ്പോൾ അതിന് വിലയിൽ പോകും. അപ്പോൾ അതുകൊണ്ടാണ് ബോധമുള്ളവർ പോലീസിൻ്റെ അടുത്ത് അഭ്യാസം കാണിക്കത്തില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മനുഷ്യൻ ഇങ്ങനെ പെട്ടെന്നൊരവസ്ഥയിൽ പ്രതി രക്ഷപ്പെടുകയും ചെയ്ത് ഇവരെയാണ് പോലീസിന് കിട്ടിയത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം കുറ്റം തെളിയിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ മനുഷ്യൻ 1-ാം പ്രതിയാക്കി. ഇനിയിപ്പോൾ പോകണമെങ്കിൽ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ കോടതി പോയി വാദിക്കണം. ചിലപ്പോൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ കോടതി ചെല്ലുമ്പോൾ അതിനേക്കാൾ പ്രശ്നമാണ്. എന്താ കാര്യം? അവിടെ തെളിവ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സത്യമല്ലല്ലോ കോടതിയിലെ പ്രശ്നം. സത്യം ഒന്നും ചെയ്യത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വക്കീൽമാരോട് ഉണ്ടെങ്കിൽ അറിയാം, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ തെളിവ്, എവിഡൻസ് ഈ മനുഷ്യനെതിരായിട്ടാണ് FIR-ൽ ഇരിക്കുന്നത്. എങ്ങനെ തിരുത്താനാണ്? ആകപ്പാടെ പെട്ട്. പക്ഷേ ഇവരുടെ അമ്മ വന്ന് ഉടമ്പടി ചെയ്ത് 120 ദിവസം ജയിലിൽ കിടന്നപ്പോൾ ഉടമ്പടി, അപ്പോൾ അതുവരെ അനക്കമൊന്നുമില്ല. ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ അമ്മയുടെ ഒരു രീതി, ദൈവത്തിൻ്റെ പണ്ട് മുതലുള്ള രീതിയാണ്. ജയിലറയൊക്കെ തുറക്കുന്നത് ദൈവത്തിൻ്റെ പണ്ട് മുതലേ ഉള്ളൊരു സ്ഥിരമായിട്ടുള്ള കാര്യമാണ്. 10 ദിവസത്തിൻ്റെയൊക്കെ ജയിൽ തുറന്ന്, പൗലോസിൻ്റെ ജയിലറ തുറന്ന്, ഈ ജയിലറ തുറന്ന കർത്താവ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. നമ്മൾ ഏത് ജയിലിലാണെന്ന് പറഞ്ഞാലും, ഏത് അവസ്ഥയിലുള്ള ജയിലേ ആണെന്ന് വിചാരിച്ചാലും കർത്താവ് അത് തുറക്കും. 45 വർഷമായിട്ട് പുകവലിക്കുന്നൊരു മനുഷ്യൻ കഴിഞ്ഞ ദിവസങ്ങളുടെ സാക്ഷ്യം പറഞ്ഞു. 45 വർഷമൊക്കെ പുകവലിച്ചാൽ പിന്നെ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല. പക്ഷേ പിന്നെ അതിൻ്റെ അകത്ത് നർക്കോട്ടിക് അഡിക്ഷൻ ആകുമല്ല. പക്ഷേ ഉടമ്പടിയുടെ ഉപ്പ് ഒരു തുള്ളി കഴിച്ചു, ഉടമ്പടി തൈലം പുരട്ടി, ഭാര്യ പറഞ്ഞ സാക്ഷ്യമാണ്. അയാൾക്ക് പിന്നെ അത് മരിക്കണം തോന്നിയില്ല. ഇതുപോലെ തന്നെയാണ് ഒരു കുടിക്കുന്ന ആൾ ഈ ആഴ്ചയിലാണ് സാക്ഷ്യം പറഞ്ഞത്. അത് യൂട്യൂബിൽ ഉണ്ട് കേട്ടോ. അയാൾ കുടിച്ചില്ലെങ്കിൽ അയാളിത് 10-40 കൊല്ലം കുടിക്കുന്ന ആളാണ്. പക്ഷേ എന്താ ചെയ്തെന്ന് ഉടമ്പടിയുടെ കാശ് രൂപം ഭാര്യ അയാളുടെ കഴുത്തിലിട്ട് കൊടുത്തു. അതൊക്കെ മുമ്പ് ഒരു കാര്യം ചെയ്ത് കൃപാസനം പത്രം കൊടുത്ത്. അപ്പോൾ അയാൾ പറഞ്ഞത് തട്ടിപ്പും വെട്ടിപ്പാണ്, ഇതൊന്നും കൃപാസനമല്ലേ, തട്ടിപ്പും വെട്ടിപ്പാണ്. അപ്പം എൻ്റെ പണ്ടാരാണ്ട് ഈ പത്രമൊക്കെ വെച്ച് കിടക്കുകയൊക്കെ ചെയ്തപ്പോൾ സോഷ്യൽ മീഡിയ കുറേ പ്രശ്നങ്ങളുണ്ടായില്ല. ഞാനതിനൊന്നും ഉത്തരം പറയാൻ പോയില്ല. ഞാൻ ശാന്തമായിട്ട് സൗമ്യമായിട്ട് ഉത്തരം പറഞ്ഞു, ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു. പിന്നെ ആ വിവാദം തീർന്നായിരുന്നു. പക്ഷേ ഈ സ്ത്രീ പത്രം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ടുണ്ടെങ്കിൽ പത്രം കൊണ്ടുപോയി നിങ്ങൾ മുതലാളിയുടെ, അയാൾ വലിയ കോൺട്രാക്ടറാണ്, ആ ഓഫീസിൽ കൊണ്ടുപോയി വെക്കും, നിങ്ങളുടെ ശമ്പളം കൂടുമെന്ന് പറഞ്ഞു. മാതാവ് ഇതിൽ ഇടപെട്ടാലും പത്രം ഇയാൾക്ക് വിശ്വാസം കൊടുക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയായിരിക്കും ദൈവം. ഇയാളെ പത്രം കൊണ്ട് പരീക്ഷിക്കാൻ വേണ്ടി വെച്ച്, പക്ഷേ അന്നും വൈകുന്നേരം ശമ്പളം കൂടി. അപ്പോൾ നിങ്ങളെ കൊണ്ട് പത്രം എവിടെയെങ്കിലും വെക്കാൻ വേണ്ടി ഞാൻ പറയുകയല്ല. ഞാനൊരു സാക്ഷ്യം ഉണ്ടായിരുന്ന സാക്ഷ്യം വിശദീകരിക്കുക മാത്രം ചെയ്യണം, ആരും മിസ്ലീഡ് ചെയ്യരുത്. പത്രം ഞാൻ വ്യഞ്ചരിച്ചതിനാണ് തരണത്. അത് ഓരോരുത്തർക്ക് പരിശുദ്ധാത്മാവ് വ്യക്തിപരമായിട്ട് വെളിപ്പെടുത്തുമ്പോൾ അവർ വായിക്കുകയും ചെയ്യും, അവർക്ക് അഭിഷേകം കിട്ടുകയും ചെയ്യും. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇയാൾക്കൊരു അടയാളം മാതാവ് അതിലൂടെ കൊടുത്ത്, അപ്പോൾ അയാൾക്ക് കുറച്ച് വിശ്വാസമായി. പക്ഷേ ഇയാളെ ഉടമ്പടി കാശ് രൂപ ഇയാളെ കഴുത്ത് ഇട്ടച്ചും പറഞ്ഞ്, ഇട്ടതേ ഉള്ളൂ, ഇട്ടച്ചും പറഞ്ഞ് നിങ്ങളുടെ കുടി മാറുമെന്നാണ് പറഞ്ഞു. മാതാവ് മാറ്റും. അപ്പോൾ അയാൾ ചിരിച്ച്, എന്താ കാര്യം? 40-45 വയസ്സായിട്ടുള്ള കുടിയാണ്, അതെങ്ങനെ മാറ്റാമെന്ന് അയാൾക്ക് തന്നെ അറിയാം. അയാൾ കുടിച്ചിൽ രാവിലെ തന്നെ കുടിച്ചിൽ വിറക്കുന്ന ആളാണ്. അയാൾക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല. പക്ഷേ കാശിലും ഇട്ടതിന് ശേഷം ഇയാൾ ബാറിൽ അന്ന് ചെന്നിട്ട് ഇയാൾ വെറുതെ ഇറങ്ങിപ്പോന്നു. പിറ്റേ ദിവസം പോയി അയാൾക്ക് കുടിക്കണമെന്ന് തോന്നിയില്ല. പിന്നെ ഇപ്പോൾ കോവിഡ് കഴിഞ്ഞില്ലേ, ഈ കാലങ്ങളെല്ലാം പല പ്രാവശ്യം ബാർ തുറന്നെങ്കിലും ഇയാൾ ഇന്ന് വരെ 1.5 കൊല്ലമായിട്ട് ഇന്ന് വരെ കുടിച്ചിട്ടില്ലേ. ഇപ്പം കുടിക്കണ ചിന്ത പോലും ആ മനുഷ്യനില്ല. ദാറ്റ് മീൻസ് എന്താ? ദൈവം നേരിട്ട് ഇടപെടുകയാണ്, നേരിട്ട് ഇടപെടുകയാണ് ഓരോ കാര്യങ്ങളിലും.
അത് നിങ്ങളെ യൂട്യൂബിൽ യൂട്യൂബിലെ കാര്യത്തിൽ ഞാൻ സാക്ഷ്യത്തിന് ഇടപെടാറില്ല. ചില സാക്ഷികൾ കേൾക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനത് പ്രസംഗത്തിൽ പറയും. പൂർണ്ണമായിട്ട് അതിനകത്ത് കുറേ വചനങ്ങളുള്ളതായിരിക്കും. അതുകൊണ്ടാണ്. എല്ലാ സാക്ഷ്യങ്ങളും സത്യമാണ്. പക്ഷെ ചില വചനങ്ങൾ ഒരൊക്കെ ജനം അനുഭവിക്കുന്ന പ്രശ്നമായിരിക്കും. അതൊരു കുടുംബത്തിൻ്റെ വിഷയമായിരിക്കത്തില്ല. അത് ഒരു സമൂഹം മുഴുവൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഞാനെടുത്ത് വീണ്ടും അത് ഒരു വചന വിചാരത്തിന് വെക്കും. അപ്പോൾ ഇതിൽ എനിക്ക് മനസ്സിലായത്, ശ്രുതികട മക്കളെ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ ഉടമ്പടിയുടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. അപ്പോൾ ഈ ജയിലിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ സിവിലായിട്ടുള്ള ഈ ക്രിമിനൽസിനെ ഇടുന്ന ജയിലിൽ നിന്ന് മോചിപ്പിക്കണമല്ല. മാത്രമല്ല, ഏത് മദ്യപാനത്തെ ജയിലിലായാലും, പുകവലിയുടെ ജയിലിലായാലും, വേറെ എന്ത് ദുശീലങ്ങളുടെ ജയിലിലായാലും നമ്മൾ മോചിക്കപ്പെടും. എന്താ കാര്യം? അതിൽ മധ്യസ്ഥം വഹിക്കുന്നത് അമ്മയാണ്. പക്ഷേ ഈ മനുഷ്യൻ അങ്ങനെയുള്ള ശീലങ്ങളിൽ നിന്നല്ല, സാക്ഷാത് ജയിലിൽ നിന്നാണ് മോചിപ്പിക്കപ്പെട്ടത്. എങ്ങനെ? അമ്മ വന്ന് ഉടമ്പടി എടുത്തു. ആ 2 ദിവസങ്ങൾക്കുള്ളിൽ അതായത് പിന്നീട് കോടതി പോകുന്ന അനുസരിച്ച് ജാമ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ പോകുന്ന അനുസരിച്ചെല്ലാം ഇയാളുടെ വക്കീലിന് മാതാവ് പ്രത്യേകമായ പ്ലേസ്മെൻ്റ്, അതായത് കാര്യങ്ങൾ പ്ലേസ് ചെയ്യാനുള്ള ലീഗൽ പോയിൻറ്റ്സ് കൊടുത്ത് സംഭവം പെട്ടെന്ന് ഇയാൾ റിലീസായി. പക്ഷേ എന്താ പ്രശ്നം? ഇയാൾ ഒരാളെ കൊല്ലണത് ഇയാൾ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു. അതാണ് സംഭവം. കൊന്നില്ലേ? ഒരു ബഹളത്തിൻ്റെ ഇടയിൽ കൊല നടന്ന്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. പോലീസിന് കിട്ടിയ ഇയാളെയാണ്. പക്ഷേ നമ്മൾ അകപ്പെട്ടു പോയി. ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം അറിയാമോ? ഇങ്ങനെ ചില സമയത്ത് നമ്മളുടെ കാരണം കൂടെ അല്ലാതെ നമുക്ക് ചില സമയത്ത് അകപ്പെടുകളുണ്ടാകും. നമുക്ക് കാരണം അതിനകത്തില്ല, നമ്മളുമായിട്ട് ബന്ധമില്ല. പക്ഷേ നമ്മൾ ദൈവമേ, ഞാനിങ്ങനെ അകപ്പെട്ടില്ല, അതിൻ്റെ അകത്ത് എനിക്കിൻ്റെ അകത്ത് ഉത്തരവാദിത്വമൊന്നും ഇല്ലെങ്കിലും ഞാൻ അനുഭവിക്കണില്ല. അപ്പം നമ്മൾക്ക് ഉത്തരവാദിത്വമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട് ജീവിതത്തിൽ. ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കണം. ശ്രുതികട്ടെ. ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, വലിയ പ്രബോധനത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന്, ആത്മീയ പ്രബോധനത്താൽ ഞങ്ങളെ കർത്താവേ ശക്തിപ്പെടുത്തി നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഉടമ്പടി എടുത്ത ഓരോ മക്കളെയും ആശീർവദിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാത്തുകൊള്ളുകനീ വാഴ്ത്തിടും നീതാ സ്വർഗ്ഗനായക, കാത്തുകൊള്ളുകനീ സർവ്വദായക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായം 25-ാമത്തെ വാക്യം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-25 എന്താണ്? അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു. യോഹന്നാൻ്റെ സുവിശേഷം 15-25 എന്താ വചനം? ഏറ്റു പറഞ്ഞ അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു. ഇതാണ് കർത്താവിൻ്റെ ഒരു അവസ്ഥ. റിഡംഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു ഇൻസിഡൻ്റാണിത്, ഒരു അനുഭവമാണ്, ഒരു റിഡംറ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയും. കർത്താവ് നമ്മൾ വീണ്ടെടുക്കാൻ വന്നപ്പോഴേ കർത്താവ് ഏറ്റെടുത്ത ഒരു വിഷയമാണ്. എന്താണ്? നിരപരാധികൾ സങ്കടപ്പെടുന്നവരുടെ വിഷയങ്ങൾ തൻ്റെ റിഡംറ്റീവ് ആയിട്ടുള്ള തൻ്റെ പദ്ധതിപ്പെടുത്തി. ഞാൻ പറഞ്ഞ മനസ്സിലായ? അതായത് കർത്താവ് ഇവിടെ വന്നപ്പോൾ ഈ റിഡംറ്റീവ് ആക്ഷൻ ഏറ്റെടുക്കാൻ നേരത്തെ കർത്താവ് തെറ്റ് ചെയ്തവരുടെ മാത്രമല്ല എടുത്തത്, തെറ്റുകൾ അവൻ ഏറ്റെടുത്തില്ലേ? ഇപ്പം ഐസയ്യ 53:12 എന്താ പറഞ്ഞത്? നമ്മുടെ പാപങ്ങളാണ് അവൻ ഏറ്റെടുത്തതെന്ന് പറഞ്ഞില്ലേ? ശ്രുതികടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഐസയ്യ 53:12 എന്താ എഴുതിയിരിക്കണത്? അവൻ പാപികളുടെ കൂടെ എണ്ണപ്പെട്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറഞ്ഞ് അവൻ പാപികളുടെ കൂടെ എണ്ണപ്പെട്ടു. അപ്പം അവൻ പാപം ചെയ്യാതിരുന്നിട്ട് പോലും പാപികളുടെ കൂടെ എണ്ണപ്പെട്ടു. പക്ഷേ പാപികളുടെ കൂടെ മാത്രമല്ല അവൻ എണ്ണപ്പെട്ടിരിക്കുന്നത്. പിന്നെന്താണ്? പാപം ചെയ്യാതെ പാപികളായിട്ടുള്ള ആൾക്കാരുണ്ട്. പാപം ചെയ്തിട്ടില്ല,
പക്ഷേ പാപികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പം ചിലർ എന്നുവെച്ച് പറയാം, എൻ്റെ അച്ഛാ, ഞാൻ കുഞ്ഞുനാൾ മുതൽ പള്ളിയിൽ പോയി അൽഫോൻസാമ്മയോട് പ്രാർത്ഥിച്ചും എനിക്കൊരു ജീവിത പങ്കാളിയെ ചോദിച്ചപ്പോൾ ഞാൻ കർത്താവിനോടെല്ലാം ചോദിച്ച് പ്രാർത്ഥിച്ചാണ് മേടിച്ചത്. പക്ഷേ ഞാൻ അകപ്പെട്ടു പോയിച്ചാൽ ഞാൻ ചോദിച്ചൊക്കെ വെറുതെ ആയിപ്പോയി. ഇയാൾക്ക് വേറെ പെണ്ണുങ്ങളുണ്ടെന്ന് പറയും. ആർക്ക്? ഭർത്താവിനെ. എന്നിട്ട് വാട്സപ്പിലെല്ലാം അയാളെ കാണിച്ചിട്ട് അവിടെ ചാറ്റിങ്ങൊക്കെ എന്നെ കാണിക്കും കരഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മളോർക്കും, ദൈവമേ, 4ാം ക്ലാസ് തൊട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രായമായതിന് ശേഷം ഒരു സ്ത്രീയാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാണ്. ഞാൻ വിവാഹം കഴിക്കണമെങ്കിൽ എനിക്ക് പേടിയാണ് ഈ കള്ളുകുടിയന്മാരാ, എനിക്കൊരു നല്ല ആളെ തന്നെ കർത്താവേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് മുക്കൊടിനെ കിട്ടും വിചാരിച്ചു. തീർന്നില്ല പരിപാടി. അപ്പോൾ നമ്മൾ പ്രാർത്ഥന നിർത്തി. കാര്യം നമുക്ക് ഈ മണം കേൾക്കണതേ വെക്കാനും വരും, സഹിക്കാൻ പറ്റത്തില്ല. നമ്മളത് പറയും, ദൈവമേ എന്ത് തന്നാലും ഒരു കുടിയേറെ തരമെന്ന് പറയും, കുടിയേറെ തരല്ലെന്ന് പറയും. അപ്പോൾ പക്ഷെ നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ കിട്ടിയ ആളിതാണ്. കിട്ടിയ ആൾ നമ്മൾ പറഞ്ഞതുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരാളെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വിശ്വാസം ചില ആൾക്കാർക്ക് പോകും, ചില ആൾക്കാർക്ക് ഭയങ്കര സങ്കടം വരും. പ്രാർത്ഥിക്കണേ എന്തിനാണ്? ഞാനിങ്ങനെ ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിച്ച് 10-25 കൊല്ലം പ്രാർത്ഥിച്ചിട്ടല്ലേ ഈ പണ്ടാരത്തിന് കിട്ടിയത്. ഇങ്ങനെയാണെങ്കിൽ പിന്നെ പ്രാർത്ഥിച്ചിട്ട് എന്താ പ്രയോജനം? ഇങ്ങനെ പലതരത്തിലുള്ള നിഷ്കളങ്കരും നിരപരാധികളുമായിട്ടുള്ള സഹനങ്ങൾ അതുകൂടി കർത്താവ് ഏറ്റെടുത്തിട്ടുണ്ട്. പാപികളുടെ കൂടെ മാത്രമല്ല എണ്ണപ്പെട്ടിരിക്കുന്നത്. പാപം ചെയ്യാതെ പാപത്തിൻ്റെ പങ്കപ്പാട് അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. അച്ഛൻ മനസ്സിലായത് നിങ്ങൾക്ക്? പാപികളുടെ കൂടെ മാത്രമല്ല അവൻ എണ്ണപ്പെട്ടിരിക്കുന്നത്. അശയ 53:12 അവൻ പാപികളുടെ കൂടെ എണ്ണപ്പെട്ടു. പക്ഷെ അവൻ പാപികളുടെ കൂടെ മാത്രമല്ല എണ്ണപ്പെട്ടിരിക്കുന്നത്. പിന്നെന്താണ്? യോഹന്നാൻ 15:25 എന്താണ്? അവൻ കാരണം കൂടാതെ എന്നെ വെറുത്തു. എന്ന് വെച്ചാൽ പാപം ചെയ്യാതെ പാപം ചെയ്തതുപോലുള്ള പങ്കപ്പാട് അനുഭവിക്കുന്ന മനുഷ്യരുടെ ആത്മദുഃഖങ്ങളും നിന്റെ കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു. കൈയിട്ടിച്ച് കർത്താവ് കരങ്ങൾ തുറന്നു പിടിച്ച് ദിവ്യകാരുണ്യ ഈശോയെ നോക്കി പാടാം. ഈശോ നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ആരാധന. ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് റോമ 6:8 റോമ 6:8 നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ എന്ന് പറഞ്ഞേ, നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോട് കൂടെ ജീവിക്കും. അവനോട് കൂടെ ജീവിക്കും. കൈ ഉയർത്തിക്കൊണ്ട് ചിന്താവണം പറയുന്നത്, നാം ക്രിസ്തുവോട് ജീവിച്ചെങ്കിൽ അവനോട് കൂടെ ജീവിക്കും. ഇടിമുഴങ്ങണ പോലെ പറ, നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ സഹിച്ചുവെങ്കിൽ അവനോട് കൂടെ ജീവിക്കും. അവനോട് കൂടെ ജീവിക്കും. കൈ അടിച്ചു കർത്താവ് സ്തുതിക്കട്ടെ. കർത്താവേ, രോഗികൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉടമ്പടിയെടുത്ത എല്ലാ മക്കളെയും സ്പർശിക്കണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവിന്റെ ശക്തി ഒഴുകുകയാണ്, ദൈവത്തിന്റെ സാന്നിധ്യം നിറയുകയാണ്. ഉടമ്പടിയെടുത്ത ഓരോ മക്കളെയും കർത്താവിന്റെ കൃപ ചൊരിയുകയാണ്. ഹല്ലേലൂയ,
പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ എൻ്റെ മക്കൾ വിചാരിക്കണം, നിൻ്റെ കർത്താവ് അറിയാതെ അത് സംഭവിച്ചിട്ടില്ല. മനസ്സിലായില്ല? നിൻ്റെ കർത്താവ് അറിയാതെ സംഭവിച്ചിട്ടില്ല. എന്താ കാര്യം? അത് 12:7 വചനം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. ഒരു നാണയത്തുട്ടിന് 2 കുരുവികൾ വിളിക്കപ്പെടുന്നില്ലേ? അതിലൊന്നു പോലും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ താഴെ വീഴുന്നില്ല. നിൻ്റെ വീഴ്ചയെല്ലാം കർത്താവ് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ദൈവവേദലേ, ആ വീഴ്ച നിൻ്റെ കർത്താവിൻ്റെ മുമ്പിലാണ്. പൗലോസ് എന്താ പറഞ്ഞത്? എൻ്റെ കർത്താവിൻ്റെ മുമ്പിലാണ് വീഴുന്നെങ്കിൽ അവൻ എന്നെ എഴുന്നേൽപ്പിക്കും. എപ്പോഴാണ്? നിത്യതയിലായാലും എഴുന്നേൽപ്പിക്കും. ഒരു നിത്യതയ്ക്ക് വേണ്ടിയുള്ള സ്വരുക്കൂട്ടലേ, അതല്ലേ കർത്താവിനോട് നമ്മൾ റോമ 6:8 വായിച്ചത് എന്താണ്? ക്രിസ്തുവിനോട് സഹിച്ചെങ്കിലും മരിച്ചെങ്കിൽ അവൻ്റെ കൂടെ നേടുമെന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തുവിന് മരണമില്ലാത്ത നിത്യത. എൻ്റെ ദൈവത്തെ, നീ അനുഭവിക്കുന്ന ഓരോ സഹനങ്ങളും നിൻ്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി കർത്താവ് കരുതിക്കുട്ടി. ഹീസ് ബ്രിങ്ങിങ് ദ അഡ്വാൻസ് റെമിറ്റൻസ്. നിനക്ക് അത് വലിയ ഭാഗ്യമാണ് മക്കളെ. നിത്യതയ്ക്ക് വേണ്ടിയുള്ള ആചാരമില്ലേ? ഇപ്പോൾ നമ്മൾ സ്ഥലം വാങ്ങാൻ പോകണം. ആ സ്ഥലം വാങ്ങാൻ ആ സ്ഥലത്തിന് ഒത്തിരി ആളെ ഇടിയാണ്, ആ സ്ഥലത്തിന് ഇടിയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ പറയും, സാറേ ഞങ്ങൾക്കിത് അത്യാവശ്യമാണ്, ഈ സ്ഥലം പള്ളിയുടെ വാതിക്കലാണ്, ഇവിടുന്ന് പോയാൽ പിന്നെ കിട്ടത്തില്ല, സാറ് തരുമ്പോൾ തന്നാൽ മതി, അഡ്വാൻസ് സ്വീകരിക്കുക. അയ്യോ അഡ്വാൻസ് ഒന്നും വേണ്ട. അപ്പോൾ അതൊക്കെ പേടിയായി. എന്താ, നമുക്ക് ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ അയാൾ പറയുന്നത് അഡ്വാൻസ് ഒന്നും വേണ്ട, കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തരത്തുള്ളൂ. അയാളുടെ വാക്ക് മാറുവായില്ലെന്ന് നമുക്കെങ്ങനെ അറിയാൻ പറ്റും? അഡ്വാൻസ് നേരത്തെ വാങ്ങിക്കണം, നല്ലതാണ്. യു ഗോട്ട് എ പോയിൻറ്റ്? മനസ്സിലായോ? നിൻ്റെ ദൈവം നിത്യതയ്ക്ക് വേണ്ടി നിന്നോട് അഡ്വാൻസ് അച്ചാരം നേരത്തെ വാങ്ങിക്കുന്നത് നിന്നെ കർത്താവ് നിത്യതയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തതിൻ്റെ അടയാളമാണ്. കൈ അടിച്ച് കർത്താവ് സുട ഹല്ലേലൂയ. അവസാനമായ വചനം 5:41 നടപടി പുസ്തകം. അവരാകട്ടെ യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ച് സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് പോയി. ദിസ് ഈസ് ദ അപ്പോസ്റ്റലിക് എക്സ്പീരിയൻസ്. എന്താണ് ഏറ്റു പറഞ്ഞ്? നടപടി 5:41 ഏറ്റു പറഞ്ഞ് അവരാകട്ടെ യേശുവിന്റെ നാമത്തിൽ അപമാനം സഹിക്കുവാൻ ലഭിച്ചതിൽ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൽ നിന്ന് പോയി. എഴുന്നേൽക്കുക. ഒരു വിഷയം, അത് യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ഏറ്റെടുത്താൽ തീർച്ചയായിട്ടും നീ ഒരു വിശ്വാസിയാണെങ്കിൽ നിനക്ക് സന്തോഷത്തിൻ്റെ കാരണമാണ്. എന്താണ്? നിത്യതയുടെ അഡ്വാൻസാണത്. നിത്യതയുടെ അഡ്വാൻസാണ്. അപ്പോൾ ഈ ജയിലിൽ വീണ മനുഷ്യൻ, ആ ജയം കാരണം കൂടാതെയാണ്. അത് 15-25 അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു, എന്നെ ശിക്ഷിച്ചു. അപ്പോൾ നമ്മൾ ആരായി? കാരണം കൂടാതെ ശിക്ഷിക്കപ്പെട്ടത് ആരാണ്? കർത്താവ്. റോമ 8:6 എന്താ പറയണത്? കർത്താവിൻ്റെ കൂടെ. റോമ 6:8 എന്താ പറയണത്? കർത്താവിൻ്റെ കൂടെ സഹിക്കുന്നവൻ, മരിക്കുന്നവൻ കർത്താവിൻ്റെ കൂടെ നേടും. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ ആ നേട്ടം ഓർത്തിട്ടാണ് സന്തോഷിച്ചത്. 5:41 നടപടി 5:41 അപ്പോസ്തലന്മാർ അടി കിട്ടിയപ്പോഴെന്താ സന്തോഷിച്ചത്? അത് കർത്താവിൻ്റെ കൂടെ സഹിക്കാനത്തുള്ളതാണ്. കർത്താവിൻ്റെ കൂടെ സഹിക്കാൻ, വേറെ ആരുടെയും കൂടെയല്ല. നമ്മൾ മക്കളുടെ കൂടെ സഹിക്കും, രാത്രി മുഴുവൻ ഉറക്കം നിന്നിരിക്കും. അവിടെ ആശുപത്രിയിലാണെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ ഇരിക്കും, അല്ലേ? നമ്മൾ രാത്രി മുഴുവൻ എത്രയോ 3-4 ദിവസമൊക്കെ ഐസിയുവിൻ്റെ വാതിക്കൽ ഇരുന്ന് ഉറങ്ങുന്നതല്ലേ. പക്ഷേ കർത്താവിൻ്റെ കൂടെ 3-4 മാസം നീ ഐസിയുവിൻ്റെ പുറത്തിരിക്കേണ്ട കാര്യമില്ല. ഒരു നിമിഷം കർത്താവിൻ്റെ കൂടെ നിനക്ക് സഹിക്കേണ്ടി വന്നാൽ നിൻ്റെ ദൈവം നിന്നെ ഓർക്കും, നിത്യത വരെ ഓർക്കും. കൈ അടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ചേർന്ന് പാടാം.
ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിന്റെ കാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിന്റെ കാരുണ്യമേ. നമുക്ക് രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. രോഗം ഉള്ള ഇടങ്ങളിലെല്ലാം നിങ്ങൾ വലതുകരം വെക്കുക. കയ്യൊപ്പ് പ്രാർത്ഥനയിലൂടെയും ഉടമ്പടി പ്രകാരമാണ് ഈ കയ്യൊപ്പ് നടക്കുന്നത്. ശരീരത്തിൽ കൈവെക്കുന്നത് ഉടമ്പടി പ്രകാരം. എബ്രാഹാം തൻ്റെ മകനായ ഇസഹാക്കിന് ജീവിത പങ്കാളിയെപ്പോലും നേടാൻ വേണ്ടി, സ്വീകരിക്കാൻ വേണ്ടി ദാസനെ വിടുമ്പോൾ അവൻ ശരീരത്തിൽ കൈവെപ്പിച്ചിട്ടാണ് വിടുന്നത്. വെക്കുമ്പോൾ നീ ചെയ്ത ഉടമ്പടിയെ നീ ഓർക്കണം. നിൻ്റെ ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലെല്ലാം രോഗങ്ങൾ സൗഖ്യമാകാൻ നിനക്ക് അവകാശമുണ്ട്. കാര്യമെന്താണ്? ഉടമ്പടി നിനക്ക് അവകാശം തന്നിട്ടുണ്ട്. കർത്താവെ, അനേകം മക്കൾ അങ്ങയുടെ തിരുസന്നിധി കൈവച്ച് അവിടെ ശരീരഭാഗങ്ങളിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് അങ്ങയുടെ നാമത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് സുവിശേഷം ആകാനും സുവിശേഷം ഏകാനും കർത്താവിനെ അറിയാത്ത അറിയിക്കുവാനും അറിഞ്ഞവനെ ആഴപ്പെടുത്തുവാനും വചന മത്സരത്തിന് കാരുണ്യ പ്രവൃത്തി ചെയ്തുകൊണ്ട് കർത്താവെ, അങ്ങയുടെ മക്കൾ അങ്ങയുടെ കൃപയ്ക്ക് അവകാശികളായിരിക്കുന്നവർ കർത്താവെ, അവിടെ ശരീരത്തിൽ അങ്ങയുടെ നാമത്തിൽ കർത്താവെ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈശോ നിന്റെ തിരുപ്പുറപ്പാടുന്ന ഭരതകരൻ കർത്താവെ അട്ടിപ്പിടർ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചിന്റെ അടയാളത്തിൽ വാസ്തവത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ മാർഗരോഗങ്ങളെ തീരാവേദികളെ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, ജോലിയില്ലാത്ത മക്കള്, വീടില്ലാത്ത മക്കള്, സ്ഥലമില്ലാത്ത മക്കള്, വീട് സ്ഥലവുമില്ലാത്ത മക്കള്, ഓരോരോ നൈപുണ്യ പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്നവർ, യോഗ്യതാ പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്നവർ, എഴുതി കഴിഞ്ഞവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, മത്സര പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, എഴുതിപ്പോയ മത്സര പരീക്ഷ റിസൾട്ട് ചോദിക്കുന്നവർ, അന്വേഷിക്കുന്നവർ, കാത്തിരിക്കുന്നവർ, അത് നല്ല വാർത്തയാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ, കർത്താവ് തലയിൽ നിന്നും മുട്ടിക്കൊഴിഞ്ഞു പോകുന്നവർ, ശരീരം മുഴുവൻ ചൂടാകുന്നവർ, ഉറക്കം നഷ്ടപ്പെട്ടവർ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, പാങ്ക്രിയാസ് നീര് കെട്ടിയവർ, കർത്താവ് കണ്ണിന് കാഴ്ച മങ്ങിയവർ, ഇങ്ങനെ എല്ലാവരെയും സമർപ്പിച്ചൊരു കർത്താവ്, അമ്മമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താറയിൽ നിന്നുകൊണ്ട് അമ്മ മധ്യസ്ഥം വഹിക്കുമ്പോൾ അമ്മയുടെ മധ്യസ്ഥൻ്റെ കൂടെ ഓ ദിവ്യകാരുണ്യമേ, ഓ ജീവകാരുണ്യമേ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഉടമ്പടി വെച്ചിട്ടുള്ള വിഷയങ്ങൾ മുഴുവൻ, എല്ലാ നിയോഗങ്ങളും കർത്താവെ, ജീവിതത്തിനെ ബാധിക്കുന്ന എല്ലാ നിയോഗങ്ങളും കർത്താവെ അങ്ങയുടെ തിരുസന്നിധി കർത്താവ് സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ കർത്താവ് ഈ മാസം തന്നെ കർത്താവ് അതിന് മുഴുവൻ ദോഷങ്ങൾ, തടസ്സങ്ങൾ, ദുരിതങ്ങൾ യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്ന സമാപന ആശീർവാദം. വ്യക്തിപരമായി ഉടമ്പടി എടുക്കാനുള്ളവരും ഇതുവരെ ഉടമ്പടി എടുത്തിട്ടില്ലാത്തവരും ഉടമ്പടി എടുക്കാൻ വേണ്ടി എടുക്കുമ്പോൾ ഈ വിഷയം സമർപ്പിക്കും എന്നുള്ളവരെ ഇപ്പോഴത്തന്നെ അവരുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുക. ഞാനിവിടെ വിട്ടുപോയി നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഇപ്പോഴും ഈശോയ്ക്ക് ഏൽപ്പിക്കുക. ഈശോ അത് ആശീർവദിച്ചിട്ട് സത്യമായി ഈ അൾത്താറിൽ നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും. അനേകം മക്കൾ ലോകത്ത് സൂര്യസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് പറഞ്ഞ പോലെ സാക്ഷ്യം അവസാനിക്കാത്ത അൾത്താറയിലാണ് നമ്മൾ നിൽക്കുന്നത്. അമ്മ വഴി നടന്ന ലോകത്ത് ജനതകൾക്കും അതുപോലെ തന്നെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഉള്ളവർക്ക് ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഒരു കാലത്ത് ഇവിടെ സാക്ഷ്യം പറയാൻ കഴിയും. ഇപ്പോൾ നീ ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ്. നിൻ്റെ കിട്ടാക്കടങ്ങൾ, മറാരോഗങ്ങൾ ഇപ്പോൾ ഈശോ ഏറ്റെടുക്കും.
നിൻ്റെ ജീവിതം തന്നെ ഏറ്റെടുത്ത ആളാണ് നിസ്സാരമായ നിൻ്റെ ജീവിത അവസ്ഥകൾ ഏറ്റെടുക്കുക. അതുകൊണ്ട് നീ വിശ്വസിച്ചുകൊണ്ട് പരിപൂർണമായി സ്തുതിച്ചുകൊണ്ട് അതിശക്തമായി സ്തുതിച്ചുകൊണ്ട് പക്ഷാപരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം ദിവികാരുടെ ഈശോ ഇതാ നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. ഇരുകരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ ഉടമ്പടിയിൽ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും ഓർക്കണം. ഓൺലൈൻ ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങൾ ഓർക്കണം. ലൈറ്റ് അക്കാദമിയിൽ പ്രയർ റിക്വസ്റ്റിന്റെ നിയോഗങ്ങൾ ഓർത്തുകൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. ഇതാ ഈശോ നിങ്ങളെ ആശീർവദിക്കുകയാണ്. നാം അവനോടുകൂടി മരിച്ചുവെങ്കിൽ നാം അവനോടുകൂടി ജീവിക്കുമെന്ന് വലിയ ബോധ്യമുണ്ടാകട്ടെ. നമുക്ക് നഷ്ടപ്പെട്ടതല്ല ഇതാ ദിവികാരുടെ ഈശോ തരികയാണ്. ഓൺലൈനായിരിക്കുന്ന മക്കള്, ടെലിവിഷൻ ചാനലിൽ പ്രാർത്ഥിക്കുന്ന മക്കള്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതല്ല, ജോലിയാകട്ടെ, ദുരിതങ്ങളാകട്ടെ, സാമ്പത്തിക പ്രതിസന്ധികളാകട്ടെ, ഈശോ തിരിച്ചു തരികയാണ്. സമസ്തവും തിരിച്ചു തരികയാണ്. ഈശോ ഇതാ നിങ്ങളെ അപപ്രത്യക്ഷപ്പെട്ട ധാരയിൽ നിന്നുകൊണ്ട് ആശീർവദിക്കുകയാണ്. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ തിരുസഭയെടുക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കൃപയ്ക്ക് മേൽ കൃപ നൽക്. ലോകത്തിന് വേണ്ടി ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അലക്സാണ്ടറിനെ സമർപ്പിക്കുന്നു. കൃപാസനത്തിന്റെ ഓരോ ശുശ്രൂഷകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. പരിശുദ്ധ